ഹരേ കൃഷ്ണ. വൃശ്ചിക രാശിക്കാർക്ക് ശനിദേവ് വക്രിയവസ്ഥയിൽ, റെട്രോഗ്രേഡ് അവസ്ഥയിൽ. ഇത് എന്താണ്? കർമ്മദാതാവായ ശനിദേവ് ജൂലൈ 13 മുതൽ നവംബർ 27 വരെ വക്രിയവസ്ഥയിൽ. ഈ സമയം വൃശ്ചിക രാശിക്കാരെ നിങ്ങൾക്കറിയണ്ടേ വക്രി ശനിദേവ് എന്താണ് നിങ്ങൾക്ക് തരുവാൻ പോകുന്നതെന്ന് അത് നോക്കാം. എന്തായാലും സ്വീകരിക്കാതെ പറ്റില്ലല്ലോ. ലാഭമോ നഷ്ടമോ? ശനി വക്രി എന്നാൽ എന്ത്? ഒരു ഗ്രഹത്തിൻ്റെ പിന്മാറ്റം, ഒരു പിന്മാറ്റം പോലെ തോന്നുന്ന ഗതി. ഇത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ശനി പിന്മാറുന്നത് പോലെ തോന്നുന്നു. രാശിചക്രത്തിൽ സൂര്യൻ മധ്യഭാഗത്തും ബാക്കി എല്ലാ ഗ്രഹങ്ങളും ചുറ്റിക്കൊണ്ട് ഇരിക്കുന്നു. അപ്പോൾ ഒരു ഗ്രഹം സ്വന്തം പാതയിൽ ചലിക്കാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ. പക്ഷേ ആക്ച്വലി അത് സ്ലോ ഡൗൺ ആകുന്നതാണ്. ഇപ്പോൾ ഭൂമി മധ്യത്തിൽ വരുന്നത് കൊണ്ട് അസ്ട്രോണമിക്കലി പറയുകയാണെങ്കിൽ ഗ്രഹം ചലിക്കാതെ ഇരിക്കുന്ന അവസ്ഥ. പക്ഷേ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ അങ്ങനെ തോന്നുമെങ്കിലും ആ ഗ്രഹം ചലിക്കുന്നുണ്ട്, പക്ഷേ സ്ലോ ഡൗൺ ആണ്. നിങ്ങൾ ഒരു ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ, ഒരു ട്രെയിൻ നല്ല സ്പീഡിൽ പോകുമ്പോൾ അടുത്ത നെക്സ്റ്റ് ട്രാക്കിലുള്ള ഒരു ട്രെയിൻ സ്ലോ ആയിട്ട് പോവുകയാണെങ്കിൽ അത് പുറമോട്ട് പോകുന്നെന്ന് നമുക്ക് തോന്നാം. അതുപോലെ തന്നെയാണ് വക്രി അവസ്ഥയിൽ വരുന്ന ശനിയും. വക്രി അവസ്ഥയിൽ ഒരു ഗ്രഹം വന്നാൽ അതിൻ്റെ ഫലം എന്തായിരിക്കും? അത് ശനിദേവ് വക്രി അവസ്ഥയിൽ വന്നാൽ ഈ വക്രകാലത്തെ കർമ്മഫലങ്ങൾ ശക്തമായി അനുഭവപ്പെടും. പഴയ ബന്ധങ്ങളും പ്രശ്നങ്ങളും വീണ്ടും മുന്നിൽ വരും. മാനസികമായി കഠിനവും ആത്മപരിശോധനയും ആവശ്യമായ സമയമാണ് ഈ വക്രി സമയം. ഈ സമയത്തെ പഴയ കാര്യങ്ങൾ തിരിച്ചറിയുവാനും കാർമിക് ബാധ്യതകൾ പൂർത്തിയാക്കുവാനും സമയം നൽകും. ശനി ഗുരുവായി പാഠങ്ങൾ പഠിപ്പിക്കുന്നു. കുറച്ച് കഠിനമായി എങ്കിലും സത്യത്തിൽ വളർച്ചയ്ക്കുള്ള വഴിയാണ് ശനി കാട്ടിത്തരാൻ പോകുക. വക്രി അവസ്ഥ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോയിലോട്ട് കിടക്കാം. നിങ്ങളുടെ രാശി 8ാമത്തെ രാശി വക്രി ശനി 5th ഹൗസിലാണ്. അപ്പം 5th ഹൗസിൽ ഇരിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആസ്പെക്ട്സ്, ദൃഷ്ടി എന്ന് പറയുന്നത് 7ാമത്തെ ഹൗസിൽ, 11ാമത്തെ ഹൗസിൽ, 2ാമത്തെ ഹൗസിൽ വരുന്നുണ്ട്. ശനിദേവ് 5th ഹൗസ് ആണെങ്കിൽ പോലും 4th ഹൗസിനെ കൂടെ അത് കവർ ചെയ്യുന്നുണ്ട്. എന്താണെന്നാൽ പെൻഡിങ് കർമ്മത്തെ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ശനി. ഏതെങ്കിലും പുറകിൽ വിട്ടുപോയ കാര്യങ്ങൾ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുവാൻ നിങ്ങൾ തീരുമാനിച്ചിരുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് ഇതുവരെ സാധിച്ചില്ല എങ്കിൽ അതിനെ കംപ്ലീറ്റ് ചെയ്യാനാണ് ശനിദേവ് വക്രി അവസ്ഥയിൽ വന്നിരിക്കുന്നത്. ആ കാര്യങ്ങൾ എന്തൊക്കെയാണേലും അത് നിങ്ങൾക്ക് പൂർത്തീകരിക്കുന്നതിന് ഈ സമയം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ആ ആഗ്രഹം എന്ത് വേണേലും ആകാം. പ്രോപ്പർട്ടി വാങ്ങിക്കുന്നതിന് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ, എന്തെങ്കിലും വാഹനം വാങ്ങിക്കുവാൻ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ, ഇലക്ട്രോണിക്സ് ഐറ്റംസ്, അങ്ങനെ എന്തെല്ലാം ആഗ്രഹങ്ങൾ നിങ്ങൾ 2 വർഷത്തിനകം വിട്ടുപോയതാണോ ആ കാര്യങ്ങൾ പൂർത്തീകരിക്കാനാണ് ഇപ്പോൾ ഈ ശനിദേവ് വക്രി അവസ്ഥയിൽ വന്നിരിക്കുന്നത്. കൂടാതെ നിങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിച്ചു ഇരുന്നുവെങ്കിൽ അത് സാധിക്കാതെ പോയെങ്കിൽ ഈ സമയം അത് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു. ഈ സമയം സന്താന ഭാഗ്യം ഇല്ലാത്തവർക്ക് അത് പൂർത്തീകരിക്കാനുള്ള സമയമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പെൻഡിങ് ആയിരുന്നെങ്കിൽ ഈ സമയം ആ കാര്യങ്ങളെല്ലാം നടക്കുവാനുള്ള നല്ല സമയം. വിദ്യാർത്ഥികൾക്ക് നല്ല സമയം. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സമയമാണ്. എന്തെങ്കിലും ന്യൂ അഡ്മിഷനോ അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താം. 7ാം ഹൗസിലെ ദൃഷ്ടി എന്താണ് അതിൻ്റെ ഫലം എന്ന് നോക്കാം. ദാമ്പത്യ ജീവിതത്തിൽ കുറച്ച് കെയർഫുള്ളായിട്ട് ഇരിക്കേണ്ട സമയം. നിങ്ങളുടെ സംസാരത്തിൽ ഒരു കടിഞ്ഞാണിടേണ്ട സമയം, സംയമനം പാലിക്കേണ്ട സമയം. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. അതുപോലെ തന്നെ സ്നേഹബന്ധത്തിൽ ഉള്ളവരാണെങ്കിൽ അവരും വളരെയേറെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. നിങ്ങളുടെ സംസാരം തീർച്ചയായിട്ടും നിങ്ങൾ കൺട്രോൾ ചെയ്യുക. എല്ലാത്തിനും ഒരു കൺട്രോൾ ഇല്ലെങ്കിൽ ലവ് റിലേഷനിൽ പ്രോബ്ലങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് ഈ സമയത്ത് കാണുന്നത്. 11ാം ഹൗസിലെ ദൃഷ്ടി എന്തെല്ലാം ഫലങ്ങളായിരിക്കും തരിക? ജോലിയിൽ എന്തെങ്കിലും ചേഞ്ചസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ 7ര ശനിയോ കണ്ടകശനിയോ ഒന്നുമില്ല. അപ്പോൾ ശനി നിങ്ങളുടെ നല്ല ഫലങ്ങളായിരിക്കും നിങ്ങളുടെ
ജോലിയിൽ കൊണ്ടുവരിക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ കൂടുകയും അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി നിങ്ങളെ കൊണ്ട് ശനിദേവ് ഹാർഡ് വർക്ക് ചെയ്യിപ്പിക്കാനുമുള്ള സാധ്യത. നിങ്ങൾക്ക് അനുകൂലമായ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ പ്രൊഫൈൽ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, താല്പര്യങ്ങളെ മനസ്സിലാക്കി അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ശനിദേവ് സപ്പോർട്ട് ചെയ്യുന്ന സമയം. അപ്പോൾ നിങ്ങളെക്കൊണ്ട് ഡെഡിക്കേഷനോടുകൂടി ഹാർഡ് വർക്ക് ചെയ്യിപ്പിച്ച് ആ ആഗ്രഹങ്ങൾ കംപ്ലീറ്റ് ചെയ്യുവാൻ ശനിദേവ് നിങ്ങൾക്ക് സഹായം തരുന്നതായിരിക്കും ഈ സമയം. ഓൺലൈൻ ജോലി ചെയ്യുന്നവർക്ക്, അതും കമ്മ്യൂണിക്കേഷൻ അങ്ങനെ വാണി സംബന്ധിച്ച കാര്യങ്ങൾ ചെയ്യുന്നവർക്ക്, അതുപോലെ തന്നെ കൗൺസിലിങ്, ഓൺലൈനിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയമാണ് ഇത്. ഒരു വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള സപ്പോർട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോവുക. അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ആഗ്രഹിക്കുന്നവർ, നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ സമയം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ആഗ്രഹങ്ങളെല്ലാം ഈസി ആയിട്ട് സാധിച്ചു കിട്ടുന്നതിന് വേണ്ടി ചെയ്യേണ്ട ഉപായങ്ങൾ എന്തൊക്കെ? ഹനുമാൻ ചാലീസ ഡെയിലി പാരായണം ചെയ്യുക. അതുപോലെ തന്നെ ചൊവ്വയുടെ ബീജമന്ത്രം നിങ്ങൾ 108 പ്രാവശ്യം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഉദിച്ചു വരുന്ന സൂര്യഭഗവാനെ നിങ്ങൾ ജല അർപ്പണം ചെയ്യുക. ഉദിച്ചു വരുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 1 മണിക്കൂറിനകം ജല അർപ്പണം ഡെയിലി നിങ്ങൾ ചെയ്യുക. ഇനി ഇന്നത്തെ വാസ്തു ടിപ്പ്. നിങ്ങളുടെ വീട്ടിലെ ക്ലോക്ക്, ടൈം പീസ് ഏത് ദിശയിലാണ് വെക്കേണ്ടത്? നിങ്ങൾക്ക് കിഴക്ക് ദിശയിലോ വടക്ക് ദിശയിലോ വെക്കാവുന്നതാണ്. അപ്പോൾ ഈ ഡയറക്ഷൻ കിഴക്ക് ഉദിച്ചു വരുന്ന സൂര്യനെ ആണ് പ്രതിനിധീകരിക്കുന്നത്. അതുപോലെ തന്നെ നോർത്തിൽ വെച്ച നിങ്ങളുടെ പ്രോസ്പെരിറ്റി, നിങ്ങളുടെ ഗ്രോത്ത് എല്ലാം നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എവിടൊക്കെ വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ ഭിത്തിയിൽ നിങ്ങൾക്ക് ടൈം പീസ് ക്ലോക്ക് വെക്കാവുന്നതാണ്. പടിഞ്ഞാറോ തെക്കു ഭാഗത്തോ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഒരു ഡോറിൻ്റെ മുകളിൽ നിങ്ങൾ ക്ലോക്ക് ഒരിക്കലും വെക്കാതിരിക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രമേ ഉള്ളൂ. വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒരു കമൻ്റ് ഇടുക. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കേണ്ട. ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു.